ഹലോ, എല്ലാവർക്കും മൈക്രോബയോട്ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റെയിനിങ് ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഷ്വലി യൂസ് ചെയ്യാറുള്ള സ്റ്റെയിൻസിൻ്റെ ടൈപ്സ്, എന്താണ് പർപ്പസ്, അങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിളൊക്കെ കോമൺ ആയിട്ട് സ്റ്റെയിനിങ് ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഞാൻ വിചാരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് തന്നെ ക്ലാസ് ഓരോ ടോപ്പിക്കും കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു പോകാം എന്നുള്ള രീതിയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്, ലാസ്റ്റിലേക്ക് വെച്ചിട്ടില്ല ക്വസ്റ്റ്യൻസ്. ഇൻ ബിറ്റ്വീൻ ഓരോ സ്റ്റെയിനിങ് ടെക്നിക്ക് കഴിയുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ചെയ്തു പോകാം. ഓക്കെ. അപ്പം സ്റ്റെയിനിങ് ടെക്നിക്സ്, സ്റ്റെയിൻസിൻ്റെ 2 ടൈപ്പ് സ്റ്റെയിനിങ് ടെക്നിക്കാണ് നമുക്കുള്ളത്. സിമ്പിൾ സ്റ്റെയിനിങ് ടെക്നിക്കും ഉണ്ട്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്കും ഉണ്ട്. സിമ്പിൾ സ്റ്റെയിനിങ് ടെക്നിക്കിൽ ഒരു സിംഗിൾ സ്റ്റെയിൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സെറ്റ് സ്റ്റെയിനേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സെറ്റ് ബേസിക് സ്റ്റെയിൻസ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ പക്ഷേ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ എന്തായിരിക്കും? സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ ഒരു സ്റ്റെയിൻ ആണെങ്കിൽ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ എങ്ങനെ ആയിരിക്കും? അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ സ്റ്റെയിൻസ് ആയിരിക്കും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഈ 2 സ്റ്റെയിൻസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ ഡീകളറൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് മോർഫോളജിക്കൽ അപ്പിയറൻസ്. നമ്മളപ്പോൾ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബാക്ടീരിയയുടെ പഠിച്ചായിരുന്നു അല്ലേ? റോഡുകൊക്കെ ബാസിലെ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ. സോ ഇതുപോലെ ഈ ഷേപ്പിനെ ബേസ് ചെയ്ത്, മോർഫോളജിയെ ബേസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ആണോ, ഗ്രാം നെഗറ്റീവ് ആണോ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണോ, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാക്ടീരിയൽ സ്ട്രക്ചേഴ്സിനെ, എൻഡോസ്പോറസ്, ഫ്ലജല്ല ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂക്ലിയർ സ്റ്റെയിനിങ് ഒക്കെയുണ്ട്. സോ അപ്പം എൻഡോസ്പോർ, വോളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ് അതൊക്കെ ഏതിലാണ് വരുന്നത്? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിലാണ് വരുന്നത്. നമുക്ക് സ്ട്രക്ചേഴ്സൊക്കെ, ബാക്ടീരിയൽ സെൽ സ്ട്രക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാനും ഐഡൻറ്റിഫിക്കേഷനും വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. മോർഫോളജിക്കൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ സ്റ്റെയിനിങ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റെയിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റെയിൻ നമ്മൾ നമ്മുടെ സ്ലൈഡിൽ എടുത്തിരിക്കുന്ന സ്മിയറിലേക്ക് ആഡ് ചെയ്ത ശേഷം മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി ബേസിക് സ്റ്റെയിൻസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറ്. ക്രിസ്റ്റൽ വയലറ്റ്, മെത്തിലീൻ ബ്ലൂ, കാർബോൾ ഫ്യൂഷൻ അവരൊക്കെയാണ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ മോർഫോളജിയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസിറ്റീവ് സിമ്പിൾ സ്റ്റെയിനിങ്ങും ഉണ്ട്, നെഗറ്റീവ് സിമ്പിൾ സ്റ്റെയിനിങ്ങും ഉണ്ട്. ഇതിൽ പോസിറ്റീവ് സിമ്പിൾ സ്റ്റെയിനിങ്ങിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ലൂപ്പ് ഫുള്ള് നമ്മുടെ സാമ്പിൾ, അതായത് മൈക്രോബിയൽ കൾച്ചർ എടുത്ത് സ്ലൈഡിൽ സ്മിയർ പ്രിപ്പയർ ചെയ്യണം. അതിനെ എയർ ഡ്രൈ ചെയ്യണം. എയർ ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു സ്ലൈഡിലിരിക്കുന്ന മൈക്രോബിനെ നമ്മൾ ഹീറ്റ് ഫിക്സ് ചെയ്യണം. നമ്മളപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ഫിക്സേഷനും ഉണ്ട്, കെമിക്കൽ ഫിക്സേഷനും ഉണ്ട്. സോ നമ്മളിവിടെ ഇതിനെ ഹീറ്റ് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തതിന് ശേഷം സ്റ്റെയിനിങ് പ്രൊസീജിയറിലോട്ടാണ് കടക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിനാണ്. ഇതൊരു കോമൺ പ്രൊസീജിയർ ഒരു എക്സാമ്പിൾ ഇട്ട് നമ്മൾ പറഞ്ഞിരിക്കുക. ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുക, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ്, ഗ്രാം നെഗറ്റീവിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സഫ്രാനിന് ആഡ് ചെയ്യാം. സഫ്രാനിന് ആഡ് ചെയ്താൽ 3 to 4 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. സോ സ്മിയറിനെ ഇതിനെ വാഷ് ചെയ്യുക ടാപ്പ് വാട്ടറിൽ. എന്നിട്ട് എക്സസ് വാട്ടർ ബ്ലോ ഡ്രൈ ചെയ്ത് കളയുക. നമ്മൾ 100x ഓയിൽ എമേഷൻ മൈക്രോസ്കോപ്പിൽ നമ്മുടെ സ്മിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ്, മോർഫോളജി, കോക്കയാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ, റോഡാണെങ്കിൽ ബാസിലയാണെങ്കിൽ റോഡ് ഷേപ്പിലൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നെഗറ്റീവ് സിമ്പിൾ സ്റ്റെയിനിങ് ആണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ സ്റ്റെയിൻ സ്ലൈഡിൽ ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? സ്റ്റെയിൻ നമ്മൾ സ്ലൈഡിൽ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു ലൂപ്പിൽ ആ ഒരു കൾച്ചർ എടുക്കുക. ആ ഒരു ഡ്രോപ്പ് സ്റ്റെയിൻ, നമ്മൾ ഈ സ്റ്റെയിൻ എപ്പോഴും ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൈഡ് എന്ന് കരുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൈഡെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റെയിൻ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ഡൈ ആഡ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൂപ്പിൽ നമ്മുടെ ആ ഒരു
കൾച്ചർ എടുക്കുക. കൾച്ചർ ഇട്ടിട്ട് മിക്സ് ചെയ്യുക, നല്ല പോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരിക്കലും നമ്മൾ മിഡിലിൽ കൊണ്ട് ആഡ് ചെയ്യത്തില്ല കേട്ടോ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ. വേറൊരു സ്ലൈഡ് എടുക്കുക. വേറൊരു സ്ലൈഡ് എടുത്തിട്ട് ഒരു 45 ഡിഗ്രിയിൽ ഈ സ്ലൈഡ് ഇങ്ങനെ ചരിച്ച് നമ്മൾ വയ്ക്കും. ഈ സ്ലൈഡിൻ്റെ പുറത്ത് മറ്റേ സ്ലൈഡ് ഇങ്ങനെ ചരിച്ച് നമ്മളിങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇതിനെ മുകളിൽ വെച്ചിരിക്കുന്ന സ്ലൈഡിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കും ഒരു എഡ്ജിൽ നിന്ന്. അതിൻ്റെ ആ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജിൽ അപ്പോൾ ഇതിങ്ങനെ കവറാകും. സ്റ്റെയിൻ ഫുള്ള് ഇങ്ങനെ ഈ ഒരു എഡ്ജ് പോർഷനിൽ സ്റ്റെയിൻ ഫുള്ള് കവറാകും. ഇതിനെ നമ്മൾ നീട്ടി വലിക്കും. നീട്ടി വലിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്മിയർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമ്മളൊരു സ്ലൈഡ് എടുക്കുക. അതിനകത്ത് ഒരു ഡ്രോപ്പ് നമ്മുടെ ഡൈ അല്ലെങ്കിൽ സ്റ്റെയിൻ ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു ലൂപ്പ് ഫുൾ ഇനോക്കുലം ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. വേറൊരു സ്ലൈഡ് എടുക്കുക, ഒരു 45 ഡിഗ്രിയിൽ പിടിക്കുക. പിടിച്ചിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇതിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒരു തിൻ ലെയർ സ്മിയർ അവിടെ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ പിന്നീട് ഓയിൽ ഇമേർഷൻ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് ഒഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് സ്റ്റെയിനിങ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ സ്റ്റെയിനിൻ്റെ കളറായിരിക്കും. അതിനകത്ത് ഇപ്പോൾ ക്യാപ്സ്യൂളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിലിങ്ങനെ ക്ലിയർ ആയിട്ട് ക്യാപ്സ്യൂൾസൊക്കെ കളർലെസ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് പോസിറ്റീവ് സ്റ്റെയിനിങ്ങും നെഗറ്റീവ് സ്റ്റെയിനിങ്ങും കാണാം. പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ നമ്മുടെ ഓർഗാനിസത്തിൽ എന്തുണ്ട്? സ്റ്റെയിൻ ഉണ്ട്. ഇവിടെ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ആ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു കുറേ ബാക്ടീരിയാസിനെയാണ്. കാരണം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കളറിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ ഓർഗാനിസം കാണുന്നത്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണുള്ളത്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ തന്നെ നമ്മളിവിടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും പഠിക്കുന്നുണ്ട്, ഗ്രാം സ്റ്റെയിനിങ്ങും പഠിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ അല്ലാത്ത സ്റ്റെയിനിങ് ടെക്നിക്സും ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാതെ പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഓക്കെ, നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്ക് പഠിച്ചു. നമ്മളൊരു കാര്യം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, പറയാം, ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സ്റ്റെയിനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും റോബർട്ട് കോച്ചാണ്. ഒരിക്കലും മാറിപ്പോലും റോബർട്ട് കോച്ചാണ് സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബെഡ്റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വഴി റോബർട്ട് കോച്ചാണ് ആദ്യമായിട്ട് സ്റ്റെയിനിങ് എന്ന് പറയുന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഗ്രാം സ്റ്റെയിനിങ് ആണ് ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം HCG എന്ന് ഓർത്തിരിക്കാം. കാരണം ചിലപ്പം ഓപ്ഷൻസിൽ HC ഗ്രാം, CH ഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയറിൽ എപ്പോഴോ ഏതോ ഒരു MLTയുടെയോ മറ്റോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ് ഗ്രാം സ്റ്റെയിനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ ദ ഇയർ 1884. നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയുടെ ക്ലാസ്സിൽ ആണെന്ന് തോന്നുന്നു ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാമിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. അതായത് നമ്മൾ സ്ലൈഡ് എടുക്കുക, സ്ലൈഡിൽ ഇനോക്കുലം എടുത്ത് ലൂപ്പ് കൊണ്ട് ഒരു സ്മിയർ ഫോം ചെയ്യുക. ആ സ്മിയറിൽ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ്, സെക്കൻഡ് നമ്മൾ ഗ്രാംസ് അയഡിനാണ് ആഡ് ചെയ്യുന്നത്. ഗ്രാംസ് അയഡിനെ ഇവിടെ മോർഡൻറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്രൈമറി സ്റ്റെയിൻ നല്ലപോലെ ആ ഒരു സെല്ലിൽ ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മോർഡൻറ്റ്. ദെൻ നമ്മൾ ഡീകളറൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യും. ഇവിടെ ആൽക്കഹോളാണ് നമ്മൾ ഡീകളറൈസിങ് ഏജൻറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. 90-95% ആൽക്കഹോൾ, അബ്സല്യൂട്ട് ആൽക്കഹോളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ശേഷം ഫൈനലി നമ്മൾ സാഫ്രനിൻ ആഡ് ചെയ്ത് കൊടുക്കും. കൗണ്ടർ സ്റ്റെയിൻ ആണ് സാഫ്രാനിൻ. കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ആകാത്ത ആളുകളെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് ഓയിൽ ഇമേഷൻ 100x ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് CV ആഡ് ചെയ്ത് കൊടുത്തപ്പം സെൽസ് എല്ലാം ഏത് കളറിൽ വന്നു? ഒരു വയലറ്റ് കളറിൽ വന്നു. അതിലേക്ക് നമ്മൾ ഗ്രാംസ് അയോഡിൻ, നമ്മുടെ മോർഡൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെൽസിലൊക്കെ നല്ലപോലെ അബ്സോർബായി. ദെൻ നമ്മൾ ഡീകളറൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഡീകളറൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കോക്കെ എല്ലാം എന്ത് ചെയ്യും? പ്രൈമറി സ്റ്റെയിനിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തും. അതായത് അവിടെ പ്രൈമറി സ്റ്റെയിൻ ഉണ്ടായിരിക്കും, CVA പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ റോഡെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഗ്രാം നെഗറ്റീവാണ് അവരല്ലേ. ഗ്രാം നെഗറ്റീവായിട്ടുള്ള റോഡിൽ നിന്ന് എന്ത് പോകും? റോഡ് സെൽസിൽ നിന്ന് ഗ്രാംസ് ക്രിസ്റ്റൽ വയലറ്റ് പോകും.
വാഷ് ഔട്ടായി പോകും. സോ ഇവരെങ്ങനെ ഇരിക്കും? പെയിൽ കളറിൽ ഇരിക്കുവാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനലി കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കൗണ്ടർ സ്റ്റെയിൻ ആരബ്സോർബ് ചെയ്യും? സ്റ്റെയിൻഡ് അല്ലാത്ത നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാം പോസിറ്റീവിൻ്റെയും ഗ്രാം നെഗറ്റീവിൻ്റെയും സെൽ സ്ട്രക്ചർ, അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്ന ആ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്തേക്കാം. അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ, അത് നിങ്ങൾ എന്തായാലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ സ്ട്രക്ചർ, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവിൻ്റെയൊക്കെ സെൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈനലി ഇപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗ്രാം പോസിറ്റീവായിട്ടുള്ളവരെല്ലാം വയലറ്റ് കളറിലും ഗ്രാം നെഗറ്റീവായിട്ടുള്ളവരെല്ലാം പിങ്ക് കളറിലും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ക്രിസ്റ്റൽ വയലറ്റിന് ശേഷമാണ് നമ്മൾ മോർഡൻ്റ് അയഡിൻ ആഡ് ചെയ്യുന്നത്. ഈ അയഡിൻ ആഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി സ്റ്റെയിനിനെ സെൽസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൽക്കഹോൾ ആഡ് ചെയ്യുന്നത് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് ഈ ഒരു സ്റ്റെയിൻ പോകാൻ വേണ്ടിയിട്ടാണ്, ലോസ് ഉണ്ടാകാൻ വേണ്ടി, വാഷ് ഔട്ടായി പോകാൻ വേണ്ടിയിട്ടാണ്. Gram-positive cells have a thick peptidoglycan cell wall that is able to retain the crystal violet iodine complex that occurs during staining, while gram-negative cells have only a thin layer of peptidoglycan. അപ്പം gram-positive എന്തുകൊണ്ടാണ് പ്രൈമറി സ്റ്റെയിനിനെയും CVI കോംപ്ലക്സ് ഉണ്ട്, CVI ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ്, ഇവരെ സസ്റ്റെയിൻ ചെയ്യുന്നത് അവരുടെ സെൽ വോളിൽ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണുള്ളത്. ഗ്രാം നെഗറ്റീവിൻ്റെ അതിൽ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണുള്ളത്. ഇവിടെ തിക്കും ഇവിടെ തിന്നുമാണ്. സോ അതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ളിടത്തു നിന്ന് പോകാൻ, കട്ടി കുറവല്ലേ അവിടെ നിന്ന്, പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ അളവ് കുറവായതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റെയിൻസ് പോയി. സോ നമ്മുടെ ഒബ്സർവേഷൻ ഇങ്ങനെ ആയിരിക്കും. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു വയലറ്റ് കളറിൽ, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ ഒരു പിങ്ക് ടു റെഡ് കളറിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് പർപ്പിൾ ഓർ വയലറ്റ്, ഇവിടെ പിങ്ക് ഓർ റെഡ്. ദ ആക്ഷൻ ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ദ ആക്ഷൻ ഓഫ് ആൽക്കഹോൾ ഡ്യൂറിങ് ഗ്രാം സ്റ്റെയിനിങ് ഈസ് ഡാഷ്. ആൽക്കഹോളിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ഡീകളറൈസസ് ദ സെൽസ്, ഓപ്ഷൻ ബി അലൗസ് ദ കളർ, ഓപ്ഷൻ സി ആഡ്സ് കളർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഡീകളറൈസസ് ദ സെൽ. സെല്ലിനെ ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നത്. സോ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റൊക്കെ ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ ഇടുമ്പം അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനൊരു സ്പെസിഫിക് ഒരു ഇന്ന ടൈമിൽ തന്നെ കറക്റ്റായിട്ട് ഇടുന്ന അങ്ങനല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് എന്നുവെച്ചാൽ കണ്ടിന്യൂസ് 2-3 ദിവസത്തിനുള്ളിൽ ഇടുമെങ്കിലും നമുക്കൊരു ഫിക്സഡ് ടൈമില്ല ഈ സമയത്ത്. അതായത് ഇപ്പോൾ 5 o'clock 4 o'clock എന്ന് പറഞ്ഞൊരു ടൈമില്ല. ഒരു ദിവസം ഏത് സമയത്തും നമുക്കിടാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഫോൺ നോക്കി പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ക്ലാസ് വരുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു, ചിലരൊക്കെ കമൻറ്റിൽ ഇട്ടിരുന്നു അത് വേണ്ട മാം, ക്ലാസ്സിൻ്റെ നോട്ടൊന്ന് ഇട്ടാൽ മതി PDF ആയിട്ടൊന്ന്. അങ്ങനെ നോട്ടൊക്കെ ആവശ്യമുള്ളവരാണെങ്കിലും പറഞ്ഞാൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ നമുക്ക് ടെലിഗ്രാമിലിടാം, അതും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തന്നെ ഈ ചാനലിൽ ARS നെറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ ഒരുപാട് മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഹിസ്റ്ററിയിലും നമ്മുടെ ബേസിക് മൈക്രോബയോളജി ഫണ്ടമെൻറ്റൽസിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ JSAയുടെ ആ ഒരു ഫോൾഡറിലും പിന്നെ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. സോ നെക്സ്റ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സീൽ നീൽസൺ സ്റ്റെയിനിങ്. ഷീൽ നീൽസൺ സ്റ്റെയിനിങ് ഓർത്തിരിക്കുക. 1883 ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എർലിഷ് മെത്തേഡിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ശരിക്കും ഷീൽ നീൽസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, അത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷീൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ലേറ്റർ അതിനെ മോഡിഫൈ ചെയ്തതാണ് നീൽസൺ. സോ അതുകൊണ്ടാണ് ഇതിനെ ഷീൽ നീൽസൺ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് മൈക്കോ ബാക്ടീരിയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്കോ ബാക്ടീരിയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. TB
ട്യൂബർക്കിൾ ബാസില്ലയെ TB കോസ് ചെയ്യുന്ന മൈക്കോ ബാക്ടീരിയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ട്യൂബർക്കുലോസിസ് TB കോസ് ചെയ്യുന്ന മൈക്കോ ബാക്ടീരിയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. This technique differentiates species of mycobacterium from other bacteria. മറ്റു ബാക്ടീരിയയിൽ നിന്ന് മൈക്കോബാക്ടീരിയത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് അല്ലെങ്കിൽ ഷീൽ നീൽസൺ ZN സ്റ്റെയിനിങ് ഓർത്തിരുന്നോണം. ZN സ്റ്റെയിനിങ് എന്നും ചോദിക്കാം. ZN സ്റ്റെയിനിങ്, ഷീൽ നീൽസൺ സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Because the cell wall is resistant to water-based stains, acid-fast organisms require a special staining technique. ഈ ഒരു മൈക്കോ ബാക്ടീരിയത്തിൻ്റെ സെൽ വോള് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെയിൻസിനെല്ലാം റെസിസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ സ്റ്റെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ പറ്റത്തില്ല. പക്ഷേ ആസിഡ് സ്റ്റെയിൻസ്, ഈ ഒരു അസിഡിക് സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത് വഴി മൈക്രോ ഓർഗാനിസത്തിനെ ഇങ്ങനെയുള്ള ഈ മൈക്കോ ബാക്ടീരിയത്തിനെ പോലെ റെസിസ്റ്റൻ്റ് സെൽ വോൾ ഉള്ളവരെയും നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. Heat or lipid solvent is used to carry the first stain carbol fusion into the cell. So primary stain എന്ന് പറയുന്നത് കാർബോൾ ഫ്യൂഷൻ ആണ്. അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റോ ലിപ്പിഡ് സോൾവൻസ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. Then the cells are washed with the diluted acid alcohol solution വെച്ച് പിന്നീട് നമ്മൾ വാഷ് ചെയ്യും. The mycobacterium species resist the effect of the acid alcohol and retain the carbol fusion stain. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു കുറേ സെൽസ് എടുത്തു. അതിനകത്ത് ആരും കാണും, മൈക്കോബാക്ടീരിയം മാത്രമായിരിക്കും ഉള്ളത്, അല്ലാതെ വേറെ കുറേ ആൾക്കാർ മൈക്രോ ഓർഗാനിസംസ് കാണും. സോ അപ്പോൾ നമ്മൾ കാർബോൾ ഫ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി എല്ലാവരും സ്റ്റെയിൻഡ് ആയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഡീകളറൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ആസിഡ് ആൽക്കഹോൾ ആഡ് ചെയ്യുന്ന സമയത്താണ് മറ്റ് സെൽസൊക്കെ ഡീസ്റ്റെയിൻ ചെയ്യും. അതായത് അവരിൽ നിന്നൊക്കെ സ്റ്റെയിൻ പോകും, വാഷ് ഔട്ടായി പോകും. നമ്മുടെ മൈക്കോ ബാക്ടീരിയം മാത്രം എന്ത് ചെയ്യും, കാർബോൾ ഫ്യൂഷനെ സസ്റ്റെയിൻ ചെയ്ത് റിറ്റെയിൻ ചെയ്ത് വെക്കും. Other bacteria lose the stain and take on the subsequent methylene blue stain. So finally counter stain ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് മെത്തിലീൻ ബ്ലൂ ആണ്. മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ ബാക്കി ബാക്ടീരിയയൊക്കെ ബ്ലൂ കളറും ആകും. നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് റെഡ് കളറിലും ഇവിടെ കാണും. ഇവിടെ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഫസ്റ്റ് സ്റ്റെയിൻ ആഡ് ചെയ്തു, പ്രൈമറി സ്റ്റെയിൻ കാർബോൾ ഫ്യൂഷൻ, ദെൻ നമ്മൾ ഹീറ്റ് ചെയ്തു, ദെൻ നമ്മൾ ആസിഡ് ആൽക്കഹോൾ ആഡ് ചെയ്തു, ദെൻ ഫൈനലി നമ്മൾ മെത്തിലീൻ ബ്ലൂ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്തു. സോ നമ്മുടെ ഒബ്സർവേഷൻ ഇങ്ങനെ ആയിരിക്കും. ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളവർ ആ ഒരു പിങ്കിഷ് റെഡ് കളറിൽ അപ്പിയർ ചെയ്യും. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക്കൽ ഒബ്സർവേഷൻ. സോ ദ ക്വസ്റ്റ്യൻ, പ്രൈമറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാലക്കൈറ്റ് ഗ്രീൻ, ഓപ്ഷൻ ബി കാർബോൾ ഫ്യൂഷൻ, ഓപ്ഷൻ സി മെത്തിലീൻ ബ്ലൂ, ഓപ്ഷൻ ഡി ക്രിസ്റ്റൽ വയലറ്റ്. ഏതാണ്? യെസ്, കാർബോൾ ഫ്യൂഷൻ ആണ് ഇവിടുത്തെ പ്രൈമറി സ്റ്റെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഈസ് ആസിഡ് ഫാസ്റ്റ്? ഓപ്ഷൻ എ പ്രോട്ടിയസ് വൾഗാരിസ്, ഓപ്ഷൻ ബി സ്യൂഡോമോണാസ് എയറോജിനോസ, ഓപ്ഷൻ ബി സ്യൂഡോമോണാസ് എയറോജിനോസ, ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, ഓപ്ഷൻ ഡി Staphylococcus aureus. The right answer is Mycobacterium tuberculosis. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈക്കോബാക്ടീരിയം സ്പീഷീസ് എന്ത് ചെയ്യും, ബാക്കിയുള്ള സ്റ്റെയിൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാർബോൾ ഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കളറിൽ, അതിൻ്റെ ആ ഒരു ബ്രൈറ്റ് റെഡ് കളറിലായിരിക്കും എന്ത് അപ്പിയർ ചെയ്യുന്ന സെൽസ് അവിടെ അപ്പിയർ ചെയ്യുന്നത്. നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളവർ ബ്ലൂയിഷ് കളറിലും അപ്പിയർ ചെയ്യും. ഇനിയാണ് നമ്മുടെ സ്ട്രക്ചറൽ സ്റ്റെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ടീരിയൽ സ്ട്രക്ചർ, അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർ സ്റ്റെയിനിങ്, വോളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്, ഫ്ലജല്ലാർ സ്റ്റെയിനിങ്. ഫസ്റ്റ് വൺ ഈ സ്പോർ സ്റ്റെയിനിങ് ഓർ എൻഡോസ്പോർ സ്റ്റെയിനിങ്. ഇവിടെ നമുക്ക് ഫിഗറിൽ ആ ഒരു എൻഡോസ്പോറിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നോക്കിയാൽ അറിയാം, ഔട്ടർ മെമ്പറൈൻ ഉണ്ട്, ഇന്നർ മെമ്പറൈൻ ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, സെൽ വോൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കോർ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളൊരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മളൊരു ഓർഡിനറി സാധാരണ ഒരു സ്റ്റെയിൻ വെച്ചാണ് ഇവരെ സ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, സ്പോറുള്ള ബാക്ടീരിയയെ സ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു
ഈ ഒരു സ്പോർ എപ്പോഴും അൺസ്റ്റെയിൻഡ് ആയിട്ടിരിക്കുമായിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു ക്ലിയർ ഏരിയ ആയിട്ടായിരിക്കും ഈ മൈക്രോ ഓർഗാനിസത്തിൽ സ്പോർ അപ്പിയർ ചെയ്യാറ്. പക്ഷെ നമുക്കതല്ലല്ലോ വേണ്ടത്, നമുക്ക് സ്പോർട്സിനെ ഒബ്സർവ് ചെയ്യുവാണ് വേണ്ടത്. ദ സ്പോർട്സ് ആർ തിക്ക് വാൾഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് വെരി റെസിസ്റ്റൻറ്റ് ടു ഫിസിക്കൽ ആൻഡ് നമുക്ക് എപ്പോഴാണ് ഒരു ബാക്ടീരിയ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ, എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസിലാണ് സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സ്പോർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇവരുടെ ഒരു വിറുലൻറ്റ് ഫാക്ടറും കൂടെ അല്ലേ. സോ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ സ്പോർട്സിൽ ഹൈ കണ്ടൻറ്റ് കാൽഷ്യം ഡിപ്പോളിനിക് ആസിഡ് കാണും. ഡൈപിക്കോളിനിക് ആസിഡ് ഉണ്ട്. കാൽഷ്യം ഡൈപിക്കോളിനിക് ആസിഡ്. ഇത് ആക്ച്വലി ഇവിടെ വരേണ്ടതല്ല, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ഫണ്ടമെൻറ്റൽസിൽ വരേണ്ടത് കേട്ടോ കാര്യമാണ്. പക്ഷെ ഓർത്തിരിക്കുക, സ്പോറിൻ്റെ ഒരു എൻഡോസ്പോറിൻ്റെ ഇതിനകത്ത് ഹൈ കണ്ടൻറ്റ് എന്തുണ്ട്? ഹീറ്റ് റെസിസ്റ്റൻ്റ് കാൽഷ്യം ഡൈപിക്കോളിനിക് ആസിഡ് ഉണ്ട്. ഈ സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് മാലക്കൈറ്റ് ഗ്രീനാണ് നമ്മൾ പ്രൈമറി സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡീകളറൈസർ യൂസ് ചെയ്യും. ദെൻ കൗണ്ടർ സ്റ്റെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാഫ്രനിനാണ് കൗണ്ടർ സ്റ്റെയിൻ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി സ്റ്റെയിൻ മാലക്കൈറ്റ് ഗ്രീൻ ആഡ് ചെയ്തു, ദെൻ ഹീറ്റ് ചെയ്തു, ഡീകളറൈസ് ചെയ്തു, അതിനുശേഷം നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ സാഫ്രനിൻ ആഡ് ചെയ്തു. മാലക്കൈറ്റ് ഗ്രീൻ ആഡ് ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് ഒക്കെ ഗ്രീൻ കളറിലേക്ക് മാറും. ദെൻ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുന്ന സമയത്ത് സൈറ്റോപ്ലാസം റെഡ് കളറിൽ വരും. സാഫ്രനിൻ ആഡ് ചെയ്യുമ്പോൾ പിങ്കിഷ് റെഡ് കളറിൽ സൈറ്റോപ്ലാസം അപ്പിയർ ചെയ്യും. സ്പോറ് ഗ്രീൻ കളറിൽ അപ്പിയർ ചെയ്യും. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ബാക്ടീരിയൽ സെല്ല്. ചില സെല്ലുകളിലൊക്കെ എന്തില്ല? സ്പോർട്സ് ഇല്ല. ഇവിടെയൊക്കെ അതല്ലാതെ ഐസൊലേറ്റഡ് സ്പോർട്സും ഉണ്ട്. പക്ഷേ ചില സെല്ലുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം 2 കളറും ഉണ്ട് അല്ലേ. ഗ്രീൻ കളറും ഉണ്ട്, റെഡ് കളറും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? റെഡ് കളറിലുള്ളത് സൈറ്റോപ്ലാസം, സെല്ലിൻ്റെ സ്ട്രക്ചറും, ഗ്രീൻ കളറിലുള്ളത് ഒരു എൻഡോസ്പോറുമാണ്. നെക്സ്റ്റ് വോളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ്. ഈ വോളിറ്റിൻ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിലുള്ള ഇൻക്ലൂഷൻ ബോഡീസാണ്. ഇവർ യൂഷ്വലി ഫോസ്ഫേറ്റ് RNA പ്രോട്ടീൻസ് ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദേ ആർ കമ്പോസ്ഡ് ഓഫ് ഫോസ്ഫേറ്റ് RNA ആൻഡ് പ്രോട്ടീൻ. ഈ വോളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ആൽബർട്ട് ലെയ്ബോൺ മെത്തേഡ്. യൂഷ്വലി ഈ വോളിറ്റിൻ ഗ്രാന്യൂൾസ് ഒക്കെ ഒരു കൾച്ചറിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു സ്റ്റാർവേഷൻ പീരീഡിലാണ്. അതായത് ഓൾഡ് കൾച്ചർ പഴകും തോറുമാണ്. ഒത്തിരി പഴകിയ കൾച്ചറിലൊക്കെ ആയിരിക്കും വോളിറ്റിൻ ഗ്രാന്യൂൾസ് നമ്മൾ കാണപ്പെടുന്നത്. ഫസ്റ്റ് ക്ലീൻ ഗ്ലാസ് സ്ലൈഡ് ക്ലീൻ ചെയ്യുക. ഫസ്റ്റ് ആൽബർട്ട് സ്റ്റെയിൻ A ആഡ് ചെയ്യുക, ആൽബർട്ട് സ്റ്റെയിൻ B ആഡ് ചെയ്യുക, എയർ ഡ്രൈ ചെയ്യുക, മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യുക. ഫസ്റ്റ് ക്ലീൻ ഗ്ലാസ് സ്ലൈഡ്, ആൽബർട്ട് സ്റ്റെയിൻ A, B, ദെൻ വാഷ് ചെയ്യുക, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക, എയർ ഡ്രൈ ചെയ്യുക, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. അപ്പം നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വോളിറ്റിൻ ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്. ഇവിടെ നമ്മൾ ഇൻഡ്യനിങ് ഓർ നിഗ്രോസിനാണ് സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ആഡ് ചെയ്യുക, അതിനുശേഷം ഈ സ്ലൈഡിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ പറഞ്ഞ ആ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അതിനുശേഷം നമ്മളിതിനെ ഒരു തിൻ ഫിലിം ഉണ്ടാക്കും. 100x ഒബ്സർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിയർ സോൺസ് ആയിട്ട് ബാക്ടീരിയൽ സെല്ലിൻ്റെ ചുറ്റും ഇങ്ങനെ ക്യാപ്സ്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാക്ടീരിയത്തിൻ്റെ ക്യാപ്സ്യൂൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മളിത് കാണുന്നത്. നെക്സ്റ്റ് ഫ്ലജല്ല സ്റ്റെയിനിങ്. ഫ്ലജല്ല ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലജല്ല എന്ന് പറയുന്നതും ഫ്ലജല്ലയുടെ സ്ട്രക്ചറും നമ്മുടെ ബാക്ടീരിയ അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്ന ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്ത ആളുകൾ അത് കാണണം, നോക്കണം. ഉണ്ട് ഫ്ലജല്ലയുടെ സ്ട്രക്ചേഴ്സ്. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഫ്ലജല്ലയുടെ സ്ട്രക്ചറിൽ ഏതൊക്കെ പാർട്ടാണുള്ളത്?
3 പാർട്സ് ഉണ്ട് ഫ്ലജെല്ലാർ സ്ട്രക്ചറിൽ. ആ ഒരു ബാക്ടീരിയൽ ഫ്ലജെല്ലയ്ക്ക് 3 പാർട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 പാർട്സ്? അറിയാവുന്നവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. അറിയാത്തവർ വീഡിയോ പോയി കണ്ട് പഠിക്കണം. To observe them with the light microscope, the thickness of flagella is increased by coating them with mordants like tannic acid and potassium alum. സോ ഫ്ലജല്ലയുടെ തിക്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ടാനിക് ആസിഡും പൊട്ടാസ്യം ആലവും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ സ്റ്റെയിൻ ചെയ്യും. പാരാറൊസാനിലിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ലേസൺ മെത്തേഡ് വഴി ഇതിനെ സ്റ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിതിനെ ഏതെങ്കിലും ബേസിക് ഫ്യൂഷൻ യൂസ് ചെയ്ത് ഗ്രേ മെത്തേഡ് വഴിയും സ്റ്റെയിനിങ് നടത്തി ഫ്ലജല്ല ഒബ്സർവ് ചെയ്യാറുണ്ട്. ഓർത്തിരിക്കുക, ലേസൺ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. റൊസാനിലിൻ ആണ് യൂസ് ചെയ്യുന്നത് ഈ ലേസൺ മെത്തേഡിൽ. ഇവിടെ ബേസിക് ഫ്യൂഷനാണ് ഗ്രേ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലജെല്ലാർ സ്ട്രക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫ്ലജെല്ല വളരെ തിന്നല്ലേ, അതിന് വേണ്ടിയിട്ടാണ് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ടാനിക് ആസിഡും പൊട്ടാസ്യം ആലമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ. ബൊളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ബൊളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ്ങിനെ വേറൊരു പേരിൽ വിളിക്കാറുണ്ട്. ഏതാണ്? ഓപ്ഷൻ എ കിർബി ബോയർ മെത്തേഡ്, ഓപ്ഷൻ ബി സ്പോർ സ്റ്റെയിനിങ് മെത്തേഡ്, ഓപ്ഷൻ സി ലേസൺ മെത്തേഡ്, ഓപ്ഷൻ ഡി ആൽബർട്ട് ലൈബൺ മെത്തേഡ്. കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്തേക്കണം. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, തൊട്ട് മുമ്പ് 2 മിനിറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ വോളിറ്റിൻ ഗ്രാന്യൂൾ സ്റ്റെയിനിങ്ങിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് സ്റ്റെയിനിങ് ടെക്നിക്സ്. നമ്മൾ കോമൺ ആയിട്ട് സ്റ്റെയിനിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു സ്റ്റെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും സ്റ്റെയിൻസും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റെയിൻസും മെത്തേഡ്സും ഒക്കെയാണ് പഠിച്ചത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കോടുകൂടി പരീക്ഷ ജയിക്കുക, നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഫണ്ടമെൻറ്റൽസ്, മൈക്രോബയോളജിയുടെ ഫണ്ടമെൻറ്റൽസിൽ നിന്ന് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഫണ്ടമെൻറ്റൽസിൽ വരുന്നതാണ്, ചോദിക്കും. നെക്സ്റ്റ് നമ്മൾ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ കൾച്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരിക്കും അടുത്ത ക്ലാസ് എടുക്കുന്നത്. അടുത്ത ദിവസം തന്നെ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ശനി ഞായറൊക്കെ എല്ലാവരും എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.